ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ലേ എൻ്റെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, ഉത്തരം കിട്ടാത്ത ചില ദൈവരഹസ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 36-ാം തിരുവചനങ്ങൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനെ പോലുമോ അറിഞ്ഞുകൂടാ എന്ന്. ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള പൊതുസമയം മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ തിരുവചനങ്ങളോടെ കടന്നു പോകുമ്പോൾ, ഇവ സംഭവിക്കുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുകയും, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ തൻ്റെ വരവിനെ കൃത്യസമയം മുൻകൂട്ടി പറയുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവമെന്നാൽ സകലവും അറിയുന്നവൻ എന്നാൽ യേശു ദൈവമാണെങ്കിൽ പിന്നെ തൻ്റെ വരവിൻ്റെ നാളും നാഴികയും അറിയാത്തത് എന്തുകൊണ്ട്? ശരിയായി പറയുന്ന പക്ഷം യേശു ദൈവത്തിൻ്റെ ജഡാവതാരമായതുകൊണ്ട് യോഹന്നാൻ 1:1 വചനത്തെ കൂട്ടിച്ചേർക്കുക. ചില കാര്യങ്ങൾ അറിയാതിരിക്കണമെന്ന് താൻ ആഗ്രഹിച്ചാൽ അതിന് കഴിയുമെന്നാണ് നാം പറയേണ്ടത്. ആകയാൽ നിയമാവർത്തനം 29-ാം അധ്യായം 29-ാം തിരുവചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതു മാത്രമാണ്, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് എത്ര ദൈവിക അനുഗ്രഹങ്ങൾ അനുദിനം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് നന്ദി പറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കിട്ടാത്തതിലേക്ക് നോക്കി നാം പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടുന്ന് തന്നതിനെ നന്ദി പറയുവാനോ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ,
പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടത, നമ്മുടെ വേദന, നമ്മുടെ ദുഃഖം, നമ്മുടെ രോഗം എന്നതിലേക്ക് നോക്കുമ്പോൾ എത്രയോ കുടുംബങ്ങൾ, എത്രയോ മക്കൾ ഇതിലും വളരെയേറെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവർ, അവിടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ നമുക്ക് കഴിയേണ്ടത്. ദൈവം തരാത്തത് എന്തെങ്കിലും നിന്റെ കരങ്ങളിലുണ്ടോ? എന്തെങ്കിലും നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടോ? അത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൂർണ്ണമായും ഈശോയിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ദൈവികമായ ആഗ്രഹത്തെ ഈശോയിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. പെറുപെറുക്കാതെ ദൈവം തന്നതിന് എല്ലാറ്റിനും നന്ദി പറയുവാൻ ഈശോയെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും നന്ദി പറയുവാൻ കഴിയാതെ പോയിട്ടുണ്ട്, മറന്നു പോയിട്ടുണ്ട്. ഈശോ പൂർണ്ണമായും ഇതാ എന്നെ തന്നെ ഈശോ ഈ നിമിഷത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഓരോ മക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ നന്ദി പറയുവാൻ, നന്ദിയുള്ളവരായി തീരുവാൻ, എന്നേക്കും അവിടെ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഈ മഹത്വപ്പെടുത്തുവാനും കടമപ്പെട്ടിരിക്കുന്ന മക്കളാണെന്ന് വലിയ ബോധ്യത്തിലേക്ക് ഞങ്ങൾ ഉയരുവാനും ചേർന്നെടുക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് നമുക്ക് കണ്ണുകളടച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, നിറയട്ടെ, 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 നിറയട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എബ്രായർ 4-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ജെറമ്യ 23-ാം അധ്യായം 24-ാം തിരുവചനം. എനിക്ക് കാണുവാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങൾ ഒളിക്കുവാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ. കർത്താവാണ് ഇത് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവര്, നാം ആയിരിക്കുന്ന ഓരോ മക്കളോടും ഈശോ ചോദിക്കുകയാണ്, എനിക്ക് കാണുവാൻ കഴിയാത്ത വിധം എന്നെ മറച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമോ എന്ന്. ഇവിടെയാണ് നമ്മെ പൂർണ്ണമായും അറിയുന്നൊരു ദൈവം ഇതാ നമ്മോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് നാം ഉയരേണ്ടത്. ദൈവത്തിന് ഇത് കാണുവാൻ കഴിയുകയില്ല എന്ന്, ദൈവത്തിന് ഇത് കാണുവാൻ കഴിയുകയില്ല എന്ന് കരുതുന്നവരുണ്ട്. ദുഷ്ടന്മാരായ വ്യാജ പ്രവാചകന്മാർ സർവവ്യാപിയായ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിക്കുവാൻ സാധ്യമല്ല എന്ന കാര്യം അറിയുന്നില്ലയോ? സങ്കീർത്തനങ്ങൾ 139-ാം അധ്യായം 7 മുതൽ 12 തിരുവചനം. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ച് നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നാണ് നമ്മെ വഴി നടത്തുന്നത്. അവിടെ നിന്നാണ് പ്രകാശം പോലെ അവിടുന്ന് നമ്മോട് കൂടെയായിരിക്കുന്നത്. നാം വീണു പോകാതിരിപ്പാൻ, നാം വീണു പോകുമ്പോൾ അവിടെ അദൃശ്യമായ കരം നമ്മെ താങ്ങി നിർത്തുന്ന ഒരു പ്രകാശം, ഒരു വെളിച്ചം ഇതായി നിമിഷം നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സത്യദൈവത്തെ അറിയുവാനും മുറുകെ പിടിക്കുവാനും ചേർന്ന് നിൽക്കുവാനും ഞാനും എൻ്റെ കുടുംബവും വലിയൊരുക്കത്തോടെ, വലിയ സ്നേഹത്തോടെ, വലിയ സ്നേഹത്തോടെ തിരിച്ചറിഞ്ഞ്
അവിടുത്തെ മുറുകെ പിടിക്കുവാൻ, അവിടുത്തെ ഒന്ന് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോ നിറയണമേ, 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 നിറയണമേ. ഈശോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഉപജീവന മാർഗത്തെയും ഈശോ സമൃദ്ധമായി 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 അനുഗ്രഹിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ആത്മാവേ നിറയട്ടെ, നിറയട്ടെ. ഈശോ നിറയണമേ, 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 നിറയണമേ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏവർക്കും സ്നേഹത്തോടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.